പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞൊരു വലിയ ബഡായി? പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ഈ സ്ക്രീനിൽ ശ്രദ്ധിക്കാം. ഇന്നും മദീനത്ത് ചെന്നാൽ റസൂലുള്ളാഹിന്റെ ഖബർ എങ്ങനെയെന്ന് കാണിക്കുന്ന, അത് ഒരെണ്ണം മാത്രം, റസൂലുള്ളാഹിന്റെ ഖബർ എങ്ങനെയെന്ന് കാണിക്കുന്ന മാതൃകയാണ് കാണുന്നത്. മാതൃകയാണത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും സാഹിബൈനിയുടെ ഖബറും, 3 ഖബറുകൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ റൂമിന്റെ ഉള്ളിൽ ആ റൂമിന്റെ ഉള്ളിൽ നോക്കൂ നിങ്ങൾ. ആ റൂമിന്റെ ഉള്ളിലെ 3 ഖബറുകൾ, ആ റൂമിന്റെ പുറത്തുള്ള കെട്ട് വലിയ കെട്ടുകെട്ടി തിരിച്ചിരിക്കുന്നു. ആ കെട്ടിന് വാതിലില്ല. ഇനി അടുത്തതോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ള 5 മൂലക്കെട്ടാണ് രണ്ടാമത് നിങ്ങൾ കാണുന്നത്. ഫാത്തിമ ബീവിയുടെ റൂമിന്റെ നേരെ, വീടിന്റെ നേരേക്ക് ആ ത്രികോണം പോലെ വന്നിട്ട് അങ്ങനെയുള്ള 5 മൂലക്കെട്ട്. ആ കെട്ടിനും വാതിലില്ല. അതിന് പുറമേ കാണുന്ന റൗണ്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് അതാ പ്രത്യേകം റസൂലുള്ളാഹിന്റെ ഖബർ പ്രത്യേകമായി ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലുള്ള കെട്ട്. അതിനു പുറമേ കാണുന്ന ആ വലിയ കെട്ടാണ് ഇന്ന് കാണുന്ന ആ ഗ്രിൽ ഇട്ട ഭാഗമാണത്. ഗ്രിൽ ഇട്ട ഭാഗത്താണ് പച്ചത്തുണി കെട്ടിയിട്ടുള്ളത്. ഖബറും പുറത്ത് ചന്ദനത്തിരിടാൻ ആരാ കാന്തപുരം പോയത്? ആരാണത് കൊടുക്കുന്നത്? പറയാൻ ആണത്വമുള്ള ചങ്കൂറ്റമുള്ള ഏതെങ്കിലും കാരന്തൂരികളുണ്ടോ? ആ ഖബർ 1000 കൊല്ലത്തിന് ശേഷം ഒരൊറ്റയാളും അതിന്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല എന്ന് മദീനയിലെ ചരിത്രമറിയുന്നവർക്കറിയാം. ഫത്ഹത്തിൽ പോയി നോക്ക്, മ്യൂസിയത്തിൽ പോയി നോക്ക്, അതിന്റെ രൂപം കാണാം. നാട്ടുകാരെ പറ്റിക്കാൻ കാന്തപുരം നടത്തുന്ന തന്ത്രത്തിന്റെ പുതിയ ഭാഗമാണത്. ഖബറിന്റെ പുറത്തിട്ടിരിക്കുന്ന ചന്ദനത്തിന്റെ പൊടിയും പുറത്തുനിന്ന് അടിച്ചു വരുന്ന കാറ്റിൽ വരുന്ന പൊടിയും കൂടി പതിച്ചിട്ട് അവിടെ സൂക്ഷിച്ചത്ര ആര്? അതിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. പുറത്ത് ഈ സൗദിന്റെ പ്രത്യേകത, ഗൾഫ് രാജ്യങ്ങളുടെ പ്രത്യേകത, ഇടക്കിടക്ക് പൊടിക്കാറ്റുണ്ടാവും. അതിങ്ങനെ അടിച്ചു കയറുമ്പോ ആ ഗ്രില്ലിട്ട ഭാഗത്തെ പച്ചത്തുണിയിൽ അത് പറ്റിയിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇടക്കിടക്ക് അവിടെ ജോലിക്കുന്ന ബംഗാളികള് അതിങ്ങനെ അടിച്ച് പുറത്ത് കളയും. ഈ കഴിഞ്ഞ പ്രാവശ്യം അത് പുറത്ത് കളയാൻ നിൽക്കുമ്പോ ഒരാൾ ആ തുണിയായിട്ട് നിൽക്കണ്. മോനെ കളയല്ല, ഇങ്ങോട്ടിട്. ഓന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെ കാണും? ഇതെന്താ പൊടി? ഇടടോ, അനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് കോടിക്കണക്കിന് ഉറുപ്പ്യ സാധനല്ലേ. അത് പൊടിയാണെങ്കിൽ ഞമ്മക്കത് പറ്റിയതാണ്. അതാ മൂപ്പര് മുൻകൂർ ജാമ്യം എടുത്തത്. ഞങ്ങളെ വിശ്വാസമാണ്. നാട്ടുകാര് പഠിച്ചോ? തട്ടിപ്പുകളും വെട്ടിപ്പുകളും മാത്രം ശീലമാക്കിയ കാരന്തൂരികളുടെ തട്ടിപ്പിന്റെ പുതിയ തന്ത്രം കൂടിയാണ് ഈ മുടി ജ്യൂസിന്റെ കൂടെ പൊടി ജ്യൂസ് കൂടി കലർത്തുക എന്ന തന്ത്രം. ഇതൊക്കെ കേരളക്കരയിൽ വിറ്റ് കാശാക്കാമെന്ന് വിചാരിച്ചാൽ